പാനപാത്രത്തെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയമുള്ള ദൈവമക്കളെ, ഇനിയും മേശമേൽ അപ്പവും വീഞ്ഞും ശേഷിച്ചിരിക്കുന്നു. ഇത് രണ്ട് കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നു. നാം ഇതുവരെ പ്രത്യാശയോടെ കാത്തിരുന്ന നമ്മുടെ കർത്താവ് മടങ്ങി വന്നില്ല. അത് താമസമിന നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വാനമേഘത്തിൽ മടങ്ങി വരുവാനിടയായി തീരും. ആകയാൽ പ്രത്യാശയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാനിടയായി തീരട്ടെ. രണ്ടാമത്തെ കാര്യം വിളിച്ചറിയിക്കുന്നത്, ഇനിയും ഇതിൽ നിന്ന് അനേകര് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനുമുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ നിന്നുള്ള പല പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവരുണ്ട്, നമ്മുടെ ദേശത്തുള്ളവരുണ്ട്. ആകയാൽ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയും അനേകരുടെ രക്ഷാ നിർണയത്തിനു വേണ്ടിയും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ സമയത്ത് തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങളോട് വായിക്കാം. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുമനത്താൽ വന്ദനം ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഒരു പാട്ടിന്റെ വരികൾ നമുക്ക് ചേർന്ന് പാടാം. കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കാം.